ഒരു നാടിന്റെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന വാഗ്ദാനവുമായിട്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പത്തൂർ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. 150 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിലും തുടർന്ന് പ്രദേശത്തെ മറ്റു കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ പദ്ധതിയുടെ അവസ്ഥ എന്തെന്ന് നാട്ടുകാർ തന്നെ പറയും. ഞങ്ങൾ ഈ കുടിവെള്ളം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇട്ടത്. 10,000 റുപ്യയുടെ മേലെ ഞങ്ങൾ ചിലവാക്കി. ഇപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ല. ഈ മലിനജലങ്ങളൊക്കെ ആയിട്ട് ടാങ്കിലൊക്കെ അടഞ്ഞു കയറി ഒരുപാർക്കും വെള്ളം കിട്ടാതെ ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇത് പോണ ലൈനിൽ കംപ്ലീറ്റ് പൈപ്പ് ലീക്കായിട്ട് ഒരാളെ വീട്ടിലേക്ക് ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും ആസൂത്രണത്തിന്റെ പിഴവുമാണ് ഇക്കാണുന്ന അവസ്ഥയിലേക്ക് പദ്ധതി എത്തിച്ചത്. 1 കിലോമീറ്ററിനുള്ളിൽ മാത്രം വിതരണം ചെയ്യേണ്ട വെള്ളം കിണർ സ്ഥിതി ചെയ്യുന്ന വൈക്കത്തുപാടത്തു നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ടാങ്കിലാണ് ആദ്യം എത്തിക്കേണ്ടത്. ഇത്രയും ദൂരം വെള്ളം കൊണ്ടുപോകുന്നതിനിടെയുണ്ടാകുന്ന പൈപ്പിന്റെ ചോർച്ച അടയ്ക്കാനായിട്ടാണ് പദ്ധതി നടത്തിപ്പിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും ചെലവഴിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ചോർച്ചകളടച്ച് വെള്ളം വിതരണം ആരംഭിച്ചപ്പോഴായിരുന്നു യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. മലിനജലം ഒഴുകുന്ന കിഴക്കൻ തോടിനോട് ചേർന്നാണ് കിണറിന്റെ സ്ഥാനം. കിണറിലെ വെള്ളം കുറഞ്ഞതോടെ തോടിൽ നിന്ന് മലിനജലം കിണറിനുള്ളിൽ കടന്നു. തുടർന്ന് വീട്ടുകാർക്ക് ലഭിക്കുന്നതാകട്ടെ മലിനജലം മാത്രം. 7 ലക്ഷം പാസ്സായി കിടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവിടെ ഫണ്ട് ബൗണ്ടറി കെട്ടാണ്ട് തോടിന് അത് കെട്ടിക്കഴിഞ്ഞാൽ ചീത്ത വെള്ളം അതിലേക്ക് പോകില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ. ഇപ്പോൾ ആ വെള്ളം അടിച്ചൊഴിവാക്കും, ചീത്തയായി കിടക്കണ വെള്ളം. അത് കഴിഞ്ഞിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണും ചീത്ത നെയ്ക്ക് പോകുന്നില്ല എന്ന് കണ്ടാൽ അത് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. വാർഡ് മെമ്പറുടെ ഈ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടോ എന്തോ കഴിഞ്ഞ 1 വർഷത്തിലധികമായി വെള്ളം വരാത്ത പൈപ്പിന്റെ ചുവട്ടിൽ നിന്നും ഇന്നും പാത്രങ്ങൾ മാറ്റാൻ പല കുടുംബങ്ങളും തയ്യാറായിട്ടില്ല. ക്യാമറാമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.